ഇനിയും കോഴിക്കോട്ടേക്കാണ്. നല്ല റോഡിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മാവൂർ പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ പ്രദേശവാസികൾ. വർഷങ്ങൾക്ക് മുൻപ് പൈപ്പിടാൻ വേണ്ടി കുഴിച്ച റോഡ് പിന്നീട് നവീകരിച്ചിട്ടില്ല. റോഡ് മോശമായതോടെ ജനങ്ങൾ 6.5 കിലോമീറ്റർ ചുറ്റി മാവൂർ വഴി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കൂളിമാട് പമ്പിംഗ് സ്റ്റേഷന് കീഴിലുള്ളതാണ് പൈപ്പ് ലൈൻ റോഡ്. കൂളിമാട് സ്റ്റേഷൻ മുതൽ തെങ്ങിലക്കടവ് വരെ നീളുന്ന റോഡാണ് വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുന്നത്. കൂളിമാട് പമ്പിംഗ് സ്റ്റേഷൻ മുതൽ തെങ്ങിലക്കടവ് വരെ 4 കിലോമീറ്റർ ദൂരമാണ് ഈ റോഡിനുള്ളത്. റോഡ് മോശമായതോടെ 6.5 കിലോമീറ്റർ ചുറ്റി മാവൂർ വഴി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. പേരിന് റോഡുണ്ട് എന്നല്ലാതെ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും പ്രയോജനമില്ല. കാൽനട യാത്ര പോലും ദുഷ്കരം. ചുറ്റുഭാഗത്ത് ഒരുപാട് വീടുകൾ അവിടെ ഉണ്ട്. 100 കണക്കിന് കുട്ടികൾ സ്കൂളിലേക്കും അതുപോലെ ക്ഷേത്രം മറ്റുള്ള കാര്യത്തിലൊക്കെ വരുന്നൊരു മേഖല. പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം, ഫുള്ള് പൊളിഞ്ഞ് കിടക്കുക. ഇടയ്ക്കൊന്ന് നന്നാക്കിയാൽ തന്നെ വാട്ടർ അതോറിറ്റിക്കാരപ്പം എന്ത് ചെയ്യും, അത് പൊളിക്കും, വേറെ പൈപ്പ് ലൈൻ ഇടും. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സമീപത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള എളുപ്പവഴി കൂടിയാണ് ഈ റോഡ് ഈ അവസ്ഥയിൽ ആയതോടെ അപകടങ്ങളും നിത്യസംഭവം. ഇതിൽ ഒരു ഷോർട്ട് കട്ടായിട്ടുള്ള റൂട്ടാണിത്. കാരണം വെച്ചാൽ മുക്കം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ മാവൂര് വരുന്ന പൈപ്പ് ലൈൻ വഴി ചെറുപ്പ വഴി വരുന്ന ഒരു ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കുന്ന ഈ റോഡുള്ളത് കൊണ്ടാണ് പല ആളുകളും പല രീതിയിലും പല ഭാഗത്തേക്കും മാവൂര് പ്രദേശത്തേക്കൊക്കെ എത്തി. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ റോഡാണ് ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നത്. കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂര പാതയിൽ മാവൂർ അങ്ങാടി വഴി ചുറ്റി സഞ്ചരിക്കാതെ നഗരത്തിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് പൈപ്പ് ലൈൻ റോഡ്. മഴ പെയ്താൽ റോഡ് നീളെയുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് ആഴമറിയാതെ ഇതുവഴിയെത്തുന്നവർ അപകടത്തിൽപ്പെടാറുണ്ട്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ചർച്ചയാകുമെങ്കിലും പിന്നീട് റോഡിന്റെ അവസ്ഥ പഴയതു തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് ടാർ ചെയ്തിരുന്നെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാൻ എന്ന പേരിൽ റോഡ് പൂർണ്ണമായും പൊളിച്ചു. പിന്നീട് ഇതുവരെ നവീകരണം നടത്തിയിട്ടില്ല. എന്നുണ്ടാകും നല്ലൊരു റോഡ്? ഈ നാട്ടുകാരുടെ കാത്തിരിപ്പ് അനന്തമായി നീളുകയാണ്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പേരിന് ഒരു റോഡുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്. ഈ റോഡ് വളരെ മോശമായി കിടക്കുകയാണ്. എത്ര കാലമായി, എത്ര പരാതി കൊടുത്ത് ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ എത്ര ആൾക്കാരവിടെ വീഴുന്നത്, വീട്ടിലേക്കൊന്നും നടന്നു പോകാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു വണ്ടി പോലും, 2 വീലർ പോലും, സ്കൂൾ കുട്ടികൾ എത്രയോ പോകേണ്ടിയില്ലേ, ദിവസം കെട്ടി പറഞ്ഞ് വീലും പെരുക്കറ്റലും അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ റോഡിൻ്റെ. ഇവിടെ മുതൽ പൈപ്പ് ലൈൻ റോഡ് എന്ന് പറഞ്ഞാൽ തെങ്ങിലക്കടവ് വരെ ഒരു കാരണവശാലും വണ്ടി കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ടയറ് പൊട്ടുന്ന, ഫുള്ള് സോളിംഗ് ആയിട്ട് ഒന്നുമില്ല. റോഡ് എന്ന് പറയാനൊന്നുമില്ല. ഇതിനും വളരെ ബുദ്ധിമുട്ടാണ് ഇതിലെ വണ്ടി കൊണ്ട് പോകാൻ. ഏത് വണ്ടിയായാലും നമ്മളിതിലെ പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റോഡ് പടുത്ത് നന്നാക്കിയതാണ്. നന്നാക്കി വീണ്ടും ഇതേപോലെ തന്നെ അവസ്ഥ വരും. അങ്ങനെ പോവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.